പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് നമ്മൾ ക്യാമ്പറേറ്റ് ടൗണിൽ പോയപ്പോൾ അവിടെ സ്നോലാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്നോലാക്സിനെ വളർത്താൻ വേണ്ടി നമുക്ക് പോക്കി ഫ്ലൂട്ട് ആവശ്യമാണ്. സോ അതിനുവേണ്ടി നമ്മൾ പാർഫം പാലസിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഏതായാലും പാലസിലോട്ട് പോകാം. എൻട്രി ഫീസ് 1000 രൂപയെന്നൊക്കെ പറയുന്നുണ്ട്. $1000. ഓക്കെ, $1000 കൊടുത്തേ പറ്റൂ, കാരണം എൻട്രൻസ് ഫ്രീ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം മാത്രമേ അവർ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇവർ ചോദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഇനി ഇപ്പം നമ്മുടെ ഉള്ളത് $616 ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. എൻ്റെ മോനെ, ഇതെന്താ മാളികയോ? ഓക്കെ, എന്തായാലും ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. ഓക്കെ, ആക്ച്വലി ഗൈസ്, എനിക്ക് 2 വീഡിയോ ക്ലിപ്സ് കാണിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് വൺ ബാറ്റിലിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്ക്വാറ്റിൽ ഇവോൾവ് ചെയ്തു. സ്ക്വാറ്റിലല്ല, സോറി, ബൾബസോള് സ്ക്വാറ്റിലായിട്ട് മാറിയിട്ടോ. അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ എന്തായാലും അത് പൊളിച്ചു. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ പോക്കിമോൺ, അതായത് നമ്മുടെ പെർമനൻറ്റ് ടീമിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഹോണറ്റ്. സോ ആ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഹോണറ്റ് ആക്ച്വലി നല്ലൊരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള പോക്കിമോണാണ്. സോ ഗോസ്റ്റ് ടൈപ്പ് ആൻഡ് സ്റ്റീൽ ടൈപ്പ് ആണ് കേട്ടോ. അത് AG/ആയിട്ട് മാറുമ്പോൾ സൂപ്പർ പവർഫുൾ ആണ്. കാണുന്ന പോലെ ഒന്നുമല്ല, പവർഫുൾ പോക്കിമോണാണ്. ഓക്കെ, സോ ഓക്കെ, എന്തായാലും നമുക്ക് പാലസിലോട്ട് പോകാം. ഫസ്റ്റ് പോക്കിമോൻ്റെ പേരാണത്. അത് മൈലോട്ടിക്കിൻ്റെ ഒരു സ്റ്റാച്ചു പോലെ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അയാളുടെ ഫസ്റ്റ് പോക്കിമോൺ കാണാണ്ടായി, മിസ്സിങ് ആണ്. അപ്പോൾ അയാൾക്ക് നമ്മൾ അയാളുടെ പോക്കിമോൺ കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. സോ നമുക്ക് എന്തായാലും പോകാം. എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഓക്കെ, ഇവിടെ ആരുമില്ല, ഈ റൂമിൽ ആരുമില്ല. ഓക്കെ, എന്തായാലും മുകളിലോട്ട് പോയി നോക്കണോ? നമുക്ക് എന്തായാലും എല്ലാ റൂംസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാരാണ്? 2 പേരുണ്ടല്ലോ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം അയാളുടെ പോക്കിമോൺ കണ്ടുപിടിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പോക്കി ഫ്ലൂട്ട് വേണം. അതിനാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് പോക്കി ഫ്ലൂട്ട് ഇവിടെ കിട്ടുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ പാർഫം പാലസിൽ വന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നോക്കുന്നത്. ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും അറിയാമോ? ഗാർഡൻ. ഓക്കെ, സോ ഇങ്ങോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക്. എൻ്റെ മോനെ, ഈ സീനറിയോ നിങ്ങൾ കണ്ടോ ഗൈസ്? ഗ്രാഫിക്സ് കൊള്ളാം, അടിപൊളി. എൻ്റെ മോനെ, ഏത് സീനും ബ്യൂട്ടിഫുൾ സീൻ. ഓക്കെ, ഷോണ. ഓക്കെ, സോ ഇവിടെ ഇത് സ്റ്റാച്ചു വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ഗാർഡൻ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും
നോക്കാം, ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് HMO കട്ട് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നല്ല കാര്യം. പക്ഷേ ഓക്കെ, ഔട്ട്സൈഡ് ബാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കണ്ടറിയണം. ഓക്കെ, സോ ഇത് പിന്നെ നാക്ക് പഠിപ്പിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ചുറ്റി നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. സോ ഗൈസ്, അങ്ങനെ കുറേ നേരം തപ്പിപ്പിടിച്ച് അവസാനം നമ്മൾ ആ ഒരു പോക്കിയോൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദേ കണ്ടില്ലേ, ഇതാണ് ഫഫ്. സോ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഓണർ അയാൾക്ക് കൊടുക്കണം. ഓ, നമ്മളെ കണ്ട് ഓടിപ്പോയിട്ടോ. അപ്പോൾ ഇനി പിടിക്കേണ്ടി വരും എന്തായാലും. എത്ര നേരം കളഞ്ഞേ ഈ പോക്കിയോനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹെസംബിൾ ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, ഓ ഓക്കെ, ഈ ഒരു വ്യൂവിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓക്കെ പാർട്ട് ഓഫ് 3 ഈസ് ടു ഡെഡ് സ്പ്ലിറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേര്, അതായത് ഒരാൾ ബാക്കിലും ഒരാൾ ഫ്രണ്ടിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ പറ്റും. അതിനെ ട്രാപ്പ് ചെയ്യണം. ട്രാപ്പ് ചെയ്യുന്ന മീൻസ് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ അത് ഓടിപ്പോകുള്ളൂ. അപ്പോൾ ഗ്യാപ്പ് നമ്മൾ അതിനെ ഓടാൻ സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും നിൽക്കണം. അപ്പോൾ എസ് സ്പോട്ട്. ഓക്കെ, കേസ് നമുക്ക് ആദ്യം പ്ലാൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ഓക്കെ, ദേ അങ്ങോട്ട് ഓടിപ്പോയി കണ്ടോ. അപ്പം അങ്ങനെ ഓടാൻ പാടില്ല. അപ്പം ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിർത്തണം നമ്മൾ ബാക്കിൽ, ഒരാൾ ഫ്രണ്ടിലും. പിന്നെ ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല, അതാണ് പ്രശ്നം. അപ്പം അത് എവിടെ വെച്ച് ഏത് സ്പോട്ടാണെന്ന് എനിക്കറിയില്ല. ഈ പ്ലേസ് ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അവിടെയും ഗ്യാപ്പ് ഉണ്ട്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടില്ലേ, അവിടെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് അങ്ങോട്ട് ഓടിപ്പോവും. അപ്പോൾ ഇവിടെ 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 നിർത്തിയിട്ട് വലിയ കാര്യമില്ല. നമുക്ക് എന്തായാലും യെസ് ഡിഫറെൻറ്റ് പ്ലേസ് എവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ. സോ നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന് അല്ല, ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ പോകും. എൻ്റെ ദൈവമേ, ഇതിനെ പിടിക്കാൻ ഭയങ്കര. ഓക്കെ, സോ എനിക്ക് പിടികിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇവൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. സോ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഈ ഒരു സ്പോട്ടിൽ വെച്ച് നമുക്ക് അതിനെ ഓക്കെ, എനിക്ക് ഐഡിയ കിട്ടി. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കണം. യെസ്, ഇവിടെ നിന്നോ. ഞാൻ അതിന് മറ്റേ വഴി കൂടി അത് ഓടി വരുമ്പോൾ അയ്യോ, ഇപ്പം എന്നെ എങ്ങനെ അങ്ങോട്ട് എത്തിക്കും? എൻ്റെ ദൈവമേ, ഇത് കൊല്ലപ്പായല്ലോ. അയ്യോ, അതങ്ങോട്ട് ഓടിപ്പോയി. നോ, ഇതിനല്ല ഞാൻ കഷ്ടപ്പെട്ടത്. ഓക്കെ, അതെ. അപ്പോൾ അവളെ ഇവിടെ നിർത്തണം. അപ്പം അത് പക്ഷെ എപ്പോഴും അത് പ്രശ്നമാണല്ലോ. ഓക്കെ ഗൈസ്, സോ ഫൈനലി ആ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. യെസ്, ഫൈനലി നമ്മൾ പിടിച്ചു. കാരണം
കുറച്ച് ഞാൻ കട്ട് ചെയ്ത്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും സമയം പോയി, എന്തോ സമയം പോയി, കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചു. സോ ഫൈനലി വി കോട്ട് ഇറ്റ്. യെസ്, എൻ്റെ ദൈവമേ, കുറേ നേരം പോയിട്ടോ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തത് ഇടയ്ക്ക് വെച്ച്. ഓക്കെ, സോ അയാൾ വന്ന്, ഓണം വന്നു, അയാൾക്ക് സന്തോഷമായി. ഓക്കെ ഓക്കെ, അതെ, നിങ്ങൾ എൻ്റെ പേരാണ് കാരണം. ഓക്കെ, ഫയർവർക്സ്. ഓക്കെ, ഇയാൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇയാളുടെ പോക്കോൺ തിരിച്ച് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇയാൾ ഓക്കെ ബാൽക്കണിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ. അതാണ് ആ ഒരു മേലോട്ട് നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു വഴി. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ബാൽക്കണിയിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ പടക്കം പൊട്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അവൾക്കും പടക്കം പൊട്ടിക്കുന്നത് കാണാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഷോണ. സോ ഗൈസ്, ഈ ഒരു എപ്പിസോഡിന് ഈ പോക്കിമോണിനെ പിടിക്കാൻ കുറേ നേരം പോയി. സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവിടെ വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.